വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഹിന്ദി ബേസിക് ക്ലാസിന്റെ പാർട്ട് 2 ആണ് പഠിക്കുന്നത്. പാർട്ട് 1ൽ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിച്ചത്. പാർട്ട് 1 പഠിച്ചതിന് ശേഷമേ നിങ്ങൾ പാർട്ട് 2 പഠിക്കാവൂ. പാർട്ട് 1ന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങൾ ആണ്. ഹിന്ദിയിൽ 33 വ്യഞ്ജനാക്ഷരങ്ങളാണ് ഉള്ളത്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങൾ. ഇവ ഓരോന്നിനെയും എങ്ങനെ വായിക്കാം നോക്കാം. ക, ഖ, ഗ, ഘ, ങ. ച, ഛ, ജ, ഝ, ഞ. ട, ഠ, ഡ, ഢ, ണ. ത, ഥ, ധ, ധ, ന. പ, ഫ, ഭ, ഭ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ. ക്ഷ, ത്ര, ഞ, ശ്ര. ഇത്രയുമാണ് ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങൾ. ഇവിടെ ക്ഷ, ത്ര, ജ്ഞ, ശ്ര ഇവ രണ്ട് വ്യഞ്ജനം ചേർന്ന് രൂപപ്പെടുന്ന അക്ഷരമാണ്. കായും ഷായും ചേർന്ന് രൂപപ്പെടുന്നതാണ് ക്ഷ. തായും രായും ചേർന്ന് രൂപപ്പെടുന്നതാണ് ത്ര. ജായും ജ്ഞായും ചേർന്ന് രൂപപ്പെടുന്നതാണ് ജ്ഞ. ഷായും രായും ചേർന്ന് രൂപപ്പെടുന്ന വ്യഞ്ജനാക്ഷരമാണ് ശ്ര. അതുകൊണ്ട് ഇവയെ സംയുക്ത വ്യഞ്ജൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ വ്യഞ്ജനാക്ഷരത്തിൽ എണ്ണുകയില്ല. എന്നാലും ഇവ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് എഴുതുന്നത്. ഹിന്ദിയിൽ 33 വ്യഞ്ജനാക്ഷരങ്ങളാണ് ഉള്ളത്. എന്നാൽ മലയാളത്തിൽ 36 വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ട്. മലയാളത്തിൽ വരുന്ന ള, ഴ, റ ഈ 3 വ്യഞ്ജനാക്ഷരങ്ങളും ഹിന്ദിയിൽ വരുന്നില്ല. ള എന്ന് നമുക്ക് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ ല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ റ എന്ന് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ രായാണ് ഉപയോഗിക്കുന്നത്. ഴ എന്ന അക്ഷരം ഹിന്ദിയിൽ ഉപയോഗിക്കാറില്ല. മക്കളെ, നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ്, ഇവ ഓരോന്നും എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ വരുന്നത് ക, ഖ, ഗ, ഘ, ങ. നോക്കാം. ക. ക എങ്ങനെ എഴുതാം? ആദ്യം ഒരു 1 ഇങ്ങനെ എഴുതി കൊടുക്കുക. 1 ഇങ്ങനെ എഴുതിയിട്ട് കൈയെടുക്കാതെ വന്ന് ഇവിടെ ഒരു കുഞ്ഞു 0 കൊടുക്കുക. ഇവിടെ ഒരു ഹാഫ് 0യും കൊടുക്കുക. മുകളിൽ വരച്ചു കൊടുക്കുക. ക. ഇതിൽ ഓരോ ലെറ്ററിനും മുകളിൽ വരയുണ്ട്. അത് അവസാനം മാത്രമേ എഴുതാൻ പാടുള്ളൂ. നോക്കൂ, ഒരു 1 എഴുതി കൊടുത്തു. കൈയെടുക്കാതെ തിരികെ പോയിട്ട് ഇവിടെ ഒരു കുഞ്ഞു 0, ഇവിടെ ഒരു ഹാഫ് 0. ക. നെക്സ്റ്റ് ഇക്ക. ഇക്ക എങ്ങനെ എഴുതും? ഒരു 2 എഴുതി കൊടുക്കുന്നു. ഒരു 2 എഴുതിയിട്ട് കൈയെടുക്കാതെ പോയി ഇവിടെ കുഞ്ഞു 0, മുകളിലോട്ട് പോവുക, താഴോട്ട് വരിക. ഖ. നോക്കൂ, ഒരു 2 ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഒരു കുഞ്ഞു 0, മുകളിലോട്ട് പോവുക, താഴോട്ട് വരിക. ലാസ്റ്റ് മുകളിലത്തെ തലപ്പാവ് വരച്ചു കൊടുക്കുക. ഖ. നെക്സ്റ്റ് ഗ. ഇത് ഈസി ആണല്ലേ? നമ്മൾ ഇംഗ്ലീഷിലെ ജെ എഴുതുന്നത് പോലെ എഴുതുന്നു. പിന്നെ ഇവിടെ ഒരു 1 എഴുതി കൊടുക്കുന്നു. മുകളിലത്തെ തലക്കെട്ട് എഴുതി കൊടുക്കുന്നു. ഗ. എങ്ങനെ? ഇംഗ്ലീഷിലെ ജെ എഴുതുന്ന പോലെ എഴുതുന്നു. ഇവിടെ ഒരു 1 കൊടുക്കുന്നു. ലാസ്റ്റ് മുകളിലത്തെ വര കൊടുക്കുന്നു. ഗ. ഗ. ക, ഖ, ഗ, ഘ. ഒരു 3 ലെറ്റർ ഇങ്ങനെ തിരിച്ച് 3 ഇങ്ങനെ തിരിച്ചെഴുതുന്നത് പോലെ എഴുതിയിട്ട് കൈയെടുക്കാതെ മുകളിലോട്ട് പോവുക, താഴോട്ട് വരിക. ഓക്കെ. ഘ. എങ്ങനെ? ഒരു 3 ഇങ്ങനെ എഴുതിയിട്ട് മുകളിലോട്ട് പോവുക, താഴോട്ട് വരിക. ലാസ്റ്റ് മുകളിലത്തെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ലാസ്റ്റ് അക്ഷരം വരുന്നത് ങായാണ്. ഈ ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റ് അക്ഷരം ങ. ഒരു കുഞ്ഞു 1 കൊടുത്തിട്ട് പിന്നെ ഒരു എസ് ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഡോട്ടും. എങ്ങനെ? ഒരു കുഞ്ഞു 1, ഒരു എസ്, റൈറ്റ് സൈഡിൽ ഒരു ഡോട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ക, ഖ, ഗ, ഘ, ങ പഠിച്ചു. നെക്സ്റ്റ് ഛ, ഛ, ജ, ഛ, ഞ. നോക്കാം. ഛ എങ്ങനെ എഴുതും? ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ മുകളിലോട്ട് പോയി താഴോട്ട് വരിക. ഛ. എങ്ങനെ? ഇങ്ങനെ വരച്ചിട്ട് കൈയെടുക്കാതെ മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. ഓക്കെ, ഈസി അല്ലേ? ഛ. ഛ. ഒരു 3 ലെറ്റർ ഇങ്ങനെ തിരിച്ചെഴുതി കൊടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു 0 കൊടുക്കുന്നു, മുകളിലോട്ട്. ഛ. എങ്ങനെ? ഒരു 3 ലെറ്റർ ഇങ്ങനെ തിരിച്ചെഴുതുന്നു. ഇവിടെ പോയി ഒരു കുഞ്ഞു 0 കൊടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരുന്നു. ഛ. നെക്സ്റ്റ് ജ. ജ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതുന്നത് പോലെ എഴുതുന്നു, മുകളിൽ വരക്കുന്നു. ഇങ്ങനെ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതുന്നത് പോലെ എഴുതുന്നു, മുകളിൽ വരക്കുന്നു. അപ്പോൾ ജായാവും. നെക്സ്റ്റ് ച. നമ്മുടെ സ്വരാക്ഷരത്തിലെ ഇ എഴുതുന്നത് പോലെ ആദ്യം എഴുതുന്നു. ഇപ്പോൾ നമ്മളെ ഇ എന്ന അക്ഷരമായി. പിന്നെ അതിൽ വന്ന് ഇങ്ങനെ ഒരു 1 കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ച. എങ്ങനെ? ആദ്യം ഇ എഴുതുന്നു, പിന്നെ അതിനോടൊരു ഇവിടെ ഒരു 1 കൂടെ എഴുതി കൊടുക്കുന്നു. ച. നെക്സ്റ്റ് ഞ. എങ്ങനെയാണ്? ഒരു സി എഴുതുന്നു, പിന്നെ ഇവിടെ ഒരു 1 കൊടുക്കുന്നു. എങ്ങനെ? ച, ച, ജ, ച, ഞ. ഈസി ആണല്ലോ അല്ലെ? നെക്സ്റ്റ് വരുന്നത് ട, ഠ, ഡ, ഢ, ണ. ഇത് വളരെ സിമ്പിൾ ആണ് എഴുതാന്. നോക്കാം. ആദ്യം ഒരു കുഞ്ഞു 1 കൊടുത്തിട്ട് പിന്നെ ഒരു സി എഴുതി കൊടുത്താൽ മതി. ട.
എങ്ങനെ ഒരു കുഞ്ഞു വൺ സി ട. പിന്നെ ഠ ഒരു കുഞ്ഞു വണ്ണ് കൊടുത്തിട്ട് ഒരു സീറോ കൊടുക്കുന്നു. ഠ എങ്ങനെ ഇങ്ങനെ ട ഠ. പിന്നെ ഡ ഡ ഒരു എസ് എഴുതി കൊടുത്താൽ മതി. ഒരു കുഞ്ഞു വണ്ണ് കൊടുക്കുന്നു, എസ് കൊടുക്കുന്നു. നമ്മൾ ങ എഴുതിയത് പോലെ തന്നെയാണ്. ട ട ഡ. ങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ഡോട്ടും കൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു കുഞ്ഞു വണ്ണ് വരുന്നു, ഒരു എസ് ഇടുന്നു, മുകളിൽ വരക്കുന്നു. ട ട ഡ. നെക്സ്റ്റ് ഡ എങ്ങനെ വരുന്നു? നമ്മൾ ആദ്യത്തെ ഡ എഴുതിയത് പോലെ തന്നെ എഴുതുക. എന്നിട്ട് ഇവിടെ ഉള്ളിലോട്ട് മടക്കി വെക്കുക. ഠ ഇങ്ങനെ ഠ. ഈസി ആണല്ലോ അല്ലെ? നെക്സ്റ്റ് ണ ഒരു കുഞ്ഞു സി മുകളിലോട്ട് തിരിച്ചെഴുതുന്നു, പിന്നെ ഒരു വണ്ണ് വരുന്നു, പിന്നെ മുകളിൽ വരക്കുന്നു. എങ്ങനെ ഒരു കുഞ്ഞു സി മുകളിലോട്ട് തിരിച്ചിടുന്നു, പിന്നെ ഒരു വണ്ണ് വരക്കുന്നു, മുകളിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്തായി? ണ. ഇപ്പോൾ നമ്മൾ ട ഠ ഡ ഡ ണ കൂടെ പഠിച്ചു. നമ്മൾ നോക്കുന്നത് ത ഥ ദ ധ ന. എങ്ങനെ എഴുതാം നോക്കൂ. ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ പോയിട്ട് മുകളിലോട്ട് വരക്കുക, താഴോട്ട് വരിക. ത എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മുകളിലോട്ട് വരക്കുക, താഴോട്ട് വരിക. ഓക്കെ. ത. നെക്സ്റ്റ് ഥ എങ്ങനെ എഴുതും? ഇവിടെ ഒരു കുഞ്ഞു സീറോ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ പോവുക. ഇതിന്റെ ഇവിടെ മാത്രമേ വരക്കുള്ളൂ കേട്ടോ. ഈ ലെറ്റർ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ മാത്രമേ വരച്ചു കൊടുക്കുള്ളൂ. ചില ലെറ്ററിന് കംപ്ലീറ്റ് ആയിട്ട് വരക്കാൻ പാടില്ല. ധ. നെക്സ്റ്റ് ദ. ദ എങ്ങനെ എഴുതാം? നമ്മൾ ഇങ്ങനെ ഒരു ടാ പഠിച്ചു അല്ലെ? ഇങ്ങനെ ഒരു ടാ പഠിച്ചിരുന്നു. അത് താഴോട്ട് ഇങ്ങനെ വലിച്ചിറക്കിയാൽ ദായായി മാറും. ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ ഒരു ടാ പഠിച്ചിരുന്നു, അതുപോലെ എഴുതിയിട്ട് താഴോട്ട് ഇറക്കുക. അപ്പൊ ദ. നെക്സ്റ്റ് ധ. ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു വളവുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എഴുതുന്നു. ഇതിന്റെയും ഈ ഭാഗം മാത്രമേ നമ്മൾ വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. നോക്കൂ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഈ ഭാഗം മാത്രമേ നമ്മൾ വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. ത ഥ ദ ധ എന്നാണ് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് ന. ഞാൻ എങ്ങനെ എഴുതും? ഇങ്ങനെ ഒരു കുഞ്ഞു സീറോ ഇട്ടിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ പോയി മുകളിലോട്ട് പോവുക, താഴോട്ട് വരിക. ലാസ്റ്റ് മുകളിൽ വരക്കുക. ഇങ്ങനെ ഇങ്ങനെ പിന്നെ മുകളിലോട്ടും താഴോട്ടും വരച്ചു, മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ത ഥ ദ ധ ന. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ ഫ ഭ ഭ മ. ആദ്യം നമ്മൾ സ്ക്രീനിൽ എഴുതിയതിന്റെ മുകളിലൂടെയാണ് എഴുതുന്നത്. നോക്കാം. പ എഴുതുന്നു, ഒരു സി മുകളിലോട്ട് വരച്ചു കൊടുക്കുന്നു, താഴോട്ട് ഇങ്ങനെ ഒരു വണ്ണ് നീട്ടി വരക്കുന്നു. പ ഇങ്ങനെ ഇങ്ങനെ ഒരു സി കൊടുക്കുന്നു, താഴോട്ട് ഇങ്ങനെ വലിക്കുന്നു. പ ഫ. ആദ്യം പ എഴുതുന്നത് പോലെ തന്നെ എഴുതുന്നു, പിന്നീട് ഇങ്ങനെ തിരിച്ച് ഒരു റാ എഴുതി കൊടുക്കുന്നു. ഫ ഇങ്ങനെ പ എഴുതുന്ന പോലെ തന്നെ എഴുതുന്നു, പിന്നീട് തിരിച്ച് ഒരു റാ എഴുതി കൊടുക്കുന്നു. ഫ. നെക്സ്റ്റ് ബ. പ ഇങ്ങനെ ഒരു സീറോ എഴുതി വരച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു, താഴോട്ട് വരുന്നു. എന്നിട്ട് സെന്ററിൽ ഒരു കട്ടിങ് കൊടുക്കുന്നു. ലാസ്റ്റ് മുകളിലത്തെ സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നു. ബ ഇങ്ങനെ ഇങ്ങനെ ഒരു കുഞ്ഞു സീറോ പോയിട്ട് മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. നമ്മളെ കാ എഴുതിയതിന്റെ ഹാഫ് പോർഷൻ പോലെ ആദ്യം എഴുതുന്നു, സെന്ററിൽ ഒരു കട്ടിങ് കൊടുക്കുന്നു. ബ പ ഫ ബ. നെക്സ്റ്റ് ഭ. ഇങ്ങനെ ഒരു കുഞ്ഞു ഇങ്ങനെ മടക്കി പോയിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു ടു എഴുതിയിട്ട് പിന്നെ വൺ ഇടാം. ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു പൂജ്യം കൊടുത്തിട്ട് ഒരു ടു ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ അതിനോട് ടച്ച് ചെയ്തിട്ട് ഒരു വണ്ണും കൂടെ. ബ. ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നീട്ടി വരക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് പഠിക്കാം. പ ഫ ബ ഭ. നെക്സ്റ്റ് മ. എങ്ങനെയാണ് മ എഴുതുന്നത്? മ വളരെ ഈസിയാണ്. ഇങ്ങനെയാണ് എഴുതുന്നത്. മ എങ്ങനെ ഒരു വൺ എഴുതുന്നു, അങ്ങനെ ഉള്ളിലൂടെ പോകുന്നു, വീണ്ടും ഒരു വൺ ഇവിടെ എഴുതുന്നു, മുകളിലത്തെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുന്നു. അപ്പോൾ മ. നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് യാ രാ ല വ. എങ്ങനെ എഴുതാം? യാ ഇങ്ങനെയാണ് എഴുതുന്നത്. നോക്കുക, ഒരു ടു എഴുതുന്നത് പോലെ എഴുതിയിട്ട് മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. യാ എങ്ങനെ ഇങ്ങനെ വളച്ച് കൊണ്ടുപോയി മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. യാ. ര. ര ഒരു ടു എഴുതുന്നത് പോലെ എഴുതിയാൽ മതി, മുകളിൽ വരച്ചു കൊടുക്കാൻ. ര എങ്ങനെ ഇങ്ങനെ. ര. ല. നമ്മളൊരു മലയാളത്തിലെ ഞാ എഴുതുന്നത് പോലെ എഴുതിയാൽ മതി അല്ലെ? ഇംഗ്ലീഷിലെ എം ഒക്കെ എഴുതുന്നത് പോലെ എഴുതിയിട്ട് മുകളിൽ വരക്കാം. ഇങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ പോയിട്ടാണ് എഴുതേണ്ടത്. ല. നെക്സ്റ്റ് വ. നമ്മൾ പ ഫ ബ ഭ മ എന്ന് പഠിച്ചിട്ട് ബ ഇങ്ങനെ എഴുതിയിരുന്നു അല്ലെ? ഇത് വ. ഇതിന്റെ ഇടയിൽ കട്ടിങ് കൊടുത്താൽ ബായാകും. വ വ എങ്ങനെയാണ് വ എഴുതുന്നത്? ഇങ്ങനെ ഒരു പൂജ്യം പൂജ്യം കൊടുക്കുന്നു, മുകളിലോട്ട് പോയി താഴോട്ട് വരുന്നു. വ. യാ രാ ല വ. നെക്സ്റ്റ് ഷ ഷ സ ഹ. എങ്ങനെ എഴുതും? അതൊരു ടു ഇങ്ങനെ എഴുതി കൊടുക്കുന്നു, പിന്നെ ഒരു വണ്ണും മുകളിൽ വരക്കുന്നു. ടു വണ്ണും ടച്ച് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇങ്ങനെ ഷ. നെക്സ്റ്റ് ഷ. ഇത് നമ്മൾ പ എഴുതുന്നത് പോലെ എഴുതുന്നു, സെന്ററിൽ ഒരു കട്ടിങ് കൊടുക്കുന്നു. ഷ ഇങ്ങനെ പ എഴുതുന്നത് പോലെ എഴുതിയിട്ട് സെന്ററിൽ ഒരു കട്ടിങ് കൊടുക്കുന്നു. ഷ ഷ. നെക്സ്റ്റ് സ. ടു എഴുതുന്നു, പിന്നെ ഇങ്ങോട്ട് ഒരു വരയും പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈനും. സ ഇങ്ങനെ ഒരു ടു എഴുതുന്നു, സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിങ് ലൈനും. സ. ഇനി ഹ. ഹ എങ്ങനെ എഴുതാം? ഇങ്ങനെ ഒരു എസ് എഴുതുന്നു, പിന്നെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഹ ഇങ്ങനെ ആദ്യം നമ്മൾ ഡാം ഒക്കെ എഴുതിയ പോലെ എസ് എഴുതുന്നു, പിന്നെ ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഹ. ഷ ഷ സ ഹ. ഇത്രയുമാണ് വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത്. മക്കളെല്ലാവരും എഴുതി പഠിക്കുക.
നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 3യിൽ ഹിന്ദി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചതിന് ശേഷം ഹിന്ദി വേർഡ്സുകൾ എങ്ങനെ വായിച്ചു തുടങ്ങാം എന്നാണ് നോക്കുന്നത്. നിങ്ങൾ എല്ലാ പാർട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്